ദൈവത്തെ മനുഷ്യൻ കണ്ടെത്തണം. അത് ദൈവത്തിന്റെ ആവശ്യമാണോ? അല്ല, മനുഷ്യന്റെ ആവശ്യമാണ്. തപ്പി നോക്കി കണ്ടെത്തണമെന്ന് വചനത്തിൽ പറയുന്നു. മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആകാശമുണ്ടാക്കി, നക്ഷത്രങ്ങളുണ്ടാക്കി, ഭൂമിയേക്കാൾ വലിപ്പമുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉണ്ടാക്കിയ ദൈവം, ഭൂമിയിൽ സകലവിധ ജീവജാലങ്ങളെയും വൃക്ഷങ്ങളെയും ജന്തുക്കളെയും ഉണ്ടാക്കിയ ദൈവം, സമുദ്രത്തിൽ ചെറുതും വലുതുമായ മത്സ്യങ്ങളെ കൊണ്ട് നിറച്ച ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, മനുഷ്യ നീ വർദ്ധിക്കണം, പെരുകണം. ഞാൻ ഈ വെള്ളത്തിലുണ്ടാക്കിയതിനെയും ആകാശത്തിലുണ്ടാക്കിയതിനെയും ഈ കരയിലുള്ളതിനെയും നീ വാഴണം. അന്നോട്ട് ഇന്ന് വരെ മനുഷ്യർ ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. കടലിനടിയിൽ എന്തുണ്ട്, മത്സ്യങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, നക്ഷത്രങ്ങൾ എത്രയുണ്ട്, ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്, ഇവ തമ്മിലുള്ള ദൂരം എന്താണ്. ഒരു കൂട്ടം ആൾക്കാർ ബുദ്ധിയുടെ ലെവലിലേക്ക് ഇതെല്ലാം അന്വേഷിച്ചു. മറുവശത്തൊരു ചെറിയ കൂട്ടം കാണുന്ന കാര്യങ്ങളിലൂടെ കാണാത്ത ചില കാര്യങ്ങൾ അന്വേഷിച്ചു. രണ്ടായാലും കർത്താവിന് വിരോധമില്ല. ദൈവത്തിന്റെ ജ്ഞാനം, അറിവ്, ബുദ്ധി എന്നിവയുടെ ആഴമെത്ര. ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും സൃഷ്ടാവിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ജോബിന്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഭൂമിയോട് സംഭാഷിക്കുക, അത് നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. മൃഗങ്ങളോട് ചോദിക്കുക, അത് നിന്നെ പഠിപ്പിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. കണ്ടോ, അവ മത്സ്യത്തെ ഉണ്ടാക്കിയതും പറവയെ ഉണ്ടാക്കിയതും മൃഗങ്ങളെ ഉണ്ടാക്കിയതും അത് കഴിഞ്ഞിട്ട് പിന്നീട് വെറും 6 അടിയുള്ള ഒരു മനുഷ്യനോട് പറയണം ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടിയോ? ഇതെല്ലാം ഒരു സന്ദേശം തരുന്നുണ്ട്. ദൈവമുണ്ട്, വലിയൊരു ദൈവമുണ്ട്. ഈ സൃഷ്ടിയെക്കാളും വലുതാണല്ലോ എന്തായാലും സൃഷ്ടാവ്. ആ വലിയ ദൈവം നിനക്ക് മതിയായവൻ, പുലർത്താൻ, കാക്കാൻ, സന്തോഷം തരാൻ, ആഹാരം തരാൻ മതിയായവൻ.